അതൊന്ന് ഫ്രീ ആയിട്ട് സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ മറ്റേ മോൺസ്റ്റർ ഫിഷ് ടാങ്കില്ലേ, അതിൽ എപ്പോൾ നോക്കി ആൽഗ പിടിച്ചിട്ട് നമുക്ക് ഈ 2-3 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം മാറ്റിക്കൊണ്ട് മതി ഗൈസ്. സോ നമ്മൾ അതിനൊരു ഫിൽറ്റർ റെഡിയാക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് തള്ളിയില്ല ചേച്ചി ഒന്നും വിചാരിക്കണ്ട, യൂട്യൂബറാണ്. അതിന്റെ അപ്പൊ കൊട്ട വാങ്ങിച്ചിരിക്കുന്നു. എന്താണിത്? ബക്കറ്റ് സ്ക്രബൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. നമ്മുടെ അക്വറിക്കിടയ്ക്ക് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സെറാമിക് റിങ്ങും കാർബണും മാത്രം വാങ്ങാൻ മതി. പക്ഷെ അവിടെ ക്വാണ്ടിറ്റി കുറവായിരുന്നു കേസ്. ലാസ്റ്റ് സ്റ്റോക്കിൽ നിന്ന് കുറച്ച് പെരുക്കിയിട്ട് വന്നായിരുന്നു. പിന്നെ നമ്മൾ അനാവശ്യത്തിനൊക്കെ നമ്മളിങ്ങനെ മീൻ വാങ്ങാൻ കൊണ്ടത് പിന്നെ അവിടെ പോയിട്ട് ഒരു 10-12 മിൽക്കി കോഴി കറുപ്പ് എടുത്ത് കേസ്. നമ്മുടെ വയറ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ബയോഗ്യാസിൻ്റെ കുറച്ചുകൂടി നമ്മൾ വരാണ്ടാകുന്ന രാത്രി എത്തും. പിന്നെ ഒരു 10 സ്പോഞ്ച്, 10 സ്ക്രബ്, പിന്നെ നമ്മുടെ ബക്കറ്റാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ബക്കറ്റിൻ്റെ ഈ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്താൽ ഉച്ചാൻ വേണ്ടി തന്നെ നമുക്ക് എന്തായാലും ഹോൾഡറാണ് കേസ്. കുറച്ചൊക്കെ ഇങ്ങോട്ട് പാളിപ്പോയാലും നമ്മൾ എന്തായാലും ഹോളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഈ പൈപ്പൊക്കെ വെച്ച് ഫിക്സ് ചെയ്ത് കുറച്ച് പ്ലംബിങ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ്. മീൻസ് വാഷറും കാര്യങ്ങളും ഇതൊക്കെ ഷോയിബ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പേരൊന്നും ആയിരുന്നു അറിയില്ല. ഇതിപ്പോൾ അവനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. Many hours later. ഗായ്സ്, നമ്മുടെ പാർസൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 8 ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് കിട്ടണത്. നമുക്കെന്നാ അൺബോക്സ് The next day. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഷോയിപ്പം പോയിട്ട് കുറച്ചൊരു 4-5 മുളക്കഷ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനടുത്ത് നമുക്ക് ഈ വീഡിയോയിൽ അവസാനം മനസ്സിലാവും. പിന്നെ നമ്മൾ വീടത്ത് ഈ ടോപ്പിൽ ഒരു തുളയിട്ടിട്ട് ഇതാണ് ഇത് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ MC-യിലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തുറന്ന് നോക്കി പറഞ്ഞാൽ ഏകദേശം ഇത് ഈ ഒരു ഇതിൽ മീൻസ് അത് അടി വരെ എത്തണ വരെ, മീൻസ് മേലെ നിന്ന് ഓസിട്ട് പറഞ്ഞാൽ അടി വരെ എത്തണ വരെ നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുണ്ടായിരുന്നത് ഈ സോക്കറ്റ് ആയതുകൊണ്ട് മീൻസ് നമ്മൾ ലൈറ്റ് ഒന്നും അവിടെ പൊതുവെ യൂസ് ചെയ്യാറില്ല. സോ ആ സോക്കറ്റിൽ തന്നെ നമ്മൾ ഈ വയറിങ് കണക്ഷനൊക്കെ എടുത്തിട്ട് ശരി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സോക്കറ്റിൽ കണക്ഷൻ എടുത്ത് നമ്മൾ അടുത്ത് നമ്മുടെ മോട്ടറിക്ക് കേട്ടോ കണക്ഷൻ കൊടുത്തത്. നമ്മൾ വർക്ക് ആവേണ്ട നോക്കണമല്ലോ, നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ, വാറണ്ടി ഒന്നും ഇല്ല സംഭവമല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അതിൽ നമ്മൾ വിജയകരമായി സക്സസ് ആയിട്ട് കേട്ടോ. ഷെബീൻ്റെ ഒരു വലയും കൊടുത്ത് നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്ക് നമ്മൾ എന്തായാലും മീനിലേക്ക് പിടിക്കാൻ പറയാം. നമ്മൾ നേരെ നമ്മുടെ ഫിൽട്ടർ സിസ്റ്റം റെഡിയാക്കാൻ പോയിട്ടോ. നമ്മളെ ബക്കറ്റൊക്കെ റെഡിയാക്കി MC-യിലൊക്കെ ഇവിടെ ഒട്ടി സെറ്റായി നിൽക്കട്ടെ. നമുക്ക് ഇനി അതിലേക്ക് പോകാം.
നമ്മളതിൽ കൊട്ടയത്തെ അലങ്കാരമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ടാങ്ക് ക്ലീൻ ആയി കിടക്കണം കേട്ടോ. പക്ഷേ നമ്മൾ വയറിങ്ങിൽ ഒന്നുകൂടി ടേപ്പൊക്കെ ചുറ്റി ഒന്നുകൂടി സേഫ്റ്റി ആക്കുക. മീൻസ് വെള്ളമൊക്കെ തന്നെയാണല്ലോ, അപ്പോൾ ഒന്നുകൂടി സേഫ്റ്റി ആണെന്ന് നമ്മൾ നേരെ നമ്മുടെ ഫിൽറ്ററിൻ്റെ അവിടെ കൊട്ടയൊക്കെ നമ്മുടെ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് നമുക്ക് അതിൽ ട്യൂബ് കട്ട് ചെയ്യണ പണിയാണ്. നമ്മളെന്തായാലും വെള്ളം ഫില്ലാക്കാൻ തുടങ്ങിയിട്ട് മോട്ടറൊന്നും കവർ ചെയ്യണ പോലെ ഇപ്പോൾ നമ്മളെന്തായാലും മോട്ടർ ഇട്ടു. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണ്ടെന്ന് പറയാം, നമ്മളെന്തായാലും കേൾപ്പിച്ചു തരാം. അതിൻ്റെ ഉള്ളിലത്തെ മെറ്റലും സെറാമിക്കറി ഞങ്ങൾക്ക് കൂട്ടിയടിക്കണ കൊണ്ടുവന്നിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ A few minutes later. നമ്മുടെ പരിപാടി കളറായിട്ടുണ്ട് കേട്ടോ. അത് വെള്ളമൊക്കെ സൂപ്പറായിട്ട് പച്ച പോലെ വീഴുന്നുണ്ട്. അപ്പോൾ എല്ലാം പച്ച വെള്ളം പോലെ വീഴുന്നുണ്ട്. The next day. നമ്മളെന്തായാലും ഒരു ദിവസം ഫുള്ള് മോട്ടർ ഇങ്ങനെ മീനൊന്നിടാണ്ട് ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മീനിടാണ്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഫൈനൽ ഇതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. സോ നമ്മളെന്തായാലും മീൻ തിരിച്ചു വിടുക. സോ ഗൈസ് നമ്മളിപ്പോൾ ഇതാ ഇത് കെട്ടലും ഫിൽറ്ററും കൂടി മൊത്തം 2 വീഡിയോ നിങ്ങൾക്ക് വരും കേട്ടോ. മീൻസ് ആദ്യം നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുക, അതിന് ശേഷമായിരിക്കും ഇത് അപ്ലോഡ് ആക്കുക. ഇപ്പം തന്നെ മഴയൊക്കെ വരാനുള്ള ഒരു ഇതിൽ മഴ പെയ്യാൻ തുടങ്ങി, ഫുള്ളാണ് കാർമേഘം അടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വരുന്നവരെ ബൈ.